യേശുവേ സ്തോത്രം, യേശുവേ സ്തുതി. ഇന്ന് എന്നെ ഇവിടെ എത്തിക്കാൻ, ഈ അൾത്താരയിൽ നിൽക്കാൻ എന്നെ സഹായിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം, സ്തുതി, ആരാധനകൾ ആദ്യമേ തന്നെ അർപ്പിക്കുന്നു. ഈ പരിശുദ്ധ അൾത്താരയിൽ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് പരിശുദ്ധ ത്രിത്വനാമത്തിൻ്റെ വലിയ സാക്ഷിയായി ലോകത്തിനു മുമ്പിൽ നിൽക്കുവാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി ഞാൻ നിൽക്കുവാനുമാണ് ഇന്ന് മാതാവ് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ പേര് രജിത എലിസബത്ത് വർഗീസ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി വില്ലേജിലെ വെള്ളൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാൻ BSc നേഴ്സാണ്. പാസ്സായ വർഷം നവംബർ 2002 അന്നു മുതൽ ഞാൻ ഈ കൃപാസനം അൾത്താരയിൽ, ഈ കൃപാസനം എന്ന പരിപാവന സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് വന്ന് കാലുകുത്തിയത് 2/2/2021 രാവിലെ 9 മണിക്കാണ്. ആ സമയം വരെയും ഞാൻ വിദേശത്ത് ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. എക്സാം പാസ്സായിട്ടുണ്ട്, ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. സർവീസ് ചാർജ് കൊടുക്കുന്നതിൻ്റെ അതായത് പോകുന്നതിനുള്ള ഫീസ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം വിളിക്കുമ്പോൾ അവർ പറയും ലിസ്റ്റിൽ നിന്നും ആ പേര് മാത്രം ഔട്ടായെന്ന്. അതുവരെ ഉള്ളവരെ, അതിന് മുമ്പ് വരെ ഉള്ളവരെ അവർക്ക് മതി. അങ്ങനെ വലിയ തടസ്സങ്ങളുടെ ഇടയിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി പേപ്പറിൻ്റെ ഫില്ല് ചെയ്യാനുള്ള ഫോമൊക്കെ കിട്ടി. ഞാനതിൽ ആദ്യത്തെ ഞാനിപ്പോൾ ഒമാൻ പ്രോമെട്രിക്ക് പാസ്സായിട്ടാണ് വന്നത്. വെറുതെ എനിക്ക് കൃപാസനത്തിലെ ഒരു ഉടമ്പടി പ്രാർത്ഥന എൻ്റെ കൂടെ വന്ന ഒരു കുട്ടി തന്നു, ഒരു പേപ്പർ എഴുതി തന്നതാണ്. ആ പ്രാർത്ഥന ഞാൻ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അന്ന് ഉടമ്പടി എടുക്കാഞ്ഞിട്ട് 72% മാർക്ക് തന്നി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഇവിടെ വരണമെന്ന്. അങ്ങനെ ഫെബ്രുവരി 2, 2021 ഞാനിവിടെ വന്നു. ഉടമ്പടി എടുക്കാൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് ഒമാൻ MOH ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തന്ന് സഹായിക്കണമേ എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറഞ്ഞു MOH എന്ന് എഴുതിയാൽ പോരാ, നീ ഗവൺമെൻറ് എന്ന് എഴുതണമെന്ന്. ഞാൻ ഓർത്തു ഞാൻ MOHന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, പിന്നെ എന്തിനാന്ന്. പക്ഷേ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നി, കാരണം അമ്മ മാതാവാന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ ബ്രാക്കറ്റ് ഗവൺമെൻറ് എന്ന് എഴുതി.